നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡോം അഥവാ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്നതിനെക്കുറിച്ചാണ്. ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് അഥവാ API ആണ്. ഈ API നമുക്ക് HTMLലും അതുപോലെ XML ഡോക്യുമെൻറ്റിനും വേണ്ടിയിട്ടുള്ള ഒരു API ആണ് ഈ ഡോം എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് HTML ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ HTML ഡോമിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മുടെ വെബ് പേജിൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ HTML ഡോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരിക്കൽ ഒരു വെബ് പേജ് ലോഡായി കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസർ അതിൻ്റെ HTML ഡോം ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെ HTML ഡോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ HTMLലെ എല്ലാ എലമെൻസിനെയും ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഉദാഹരണമായി നമ്മൾ ഈ ഒരു വെബ് പേജ് എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ചെറിയൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലെ ഓരോ എലമെൻസും ഓരോ ഒബ്ജക്റ്റ് ആയിരിക്കും. HTML ഡോം പ്രകാരം ഓരോ എലമെൻസും ഓരോ ഒബ്ജക്റ്റ് ആയിരിക്കും. സോ ഇതിന് ഓരോ എലമെൻസിനെയും നമ്മൾ നോഡ്സ് എന്ന് വിളിക്കും. സോ ഇതിനെല്ലാം ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഉദാഹരണമായി നമ്മൾ ഈ H1 എടുക്കുകയാണെങ്കിൽ ഈ H1ൻ്റെ പാരൻറ്റ് നോഡായിരിക്കും ഈ ബോഡി എലമെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ H1ൻ്റെ ചൈൽഡ് നോഡായിരിക്കും അതിനുള്ളിൽ എഴുതിയിട്ടുള്ള ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ്. സോ ഇത്തരത്തിലൊരു പാരൻറ്റ് ചൈൽഡ് റിലേഷനാണ് ഈ HTML ഡോമിൽ ഉണ്ടായിരിക്കുക. ഇങ്ങനെ ഒരു ഹെയറാർക്കി രൂപത്തിൽ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഡോം ട്രീ എന്നും വിളിക്കും. ഉദാഹരണമായി നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡലിൻ്റെ ഒരു ഹെയറാർക്കി റെപ്രസെൻറ്റേഷനാണിത്. ഇതിനെയാണ് നമ്മൾ ഡോം ട്രീ എന്ന് വിളിക്കുന്നത്. സോ ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ HTML ഡോക്യുമെൻ്റ് ആണ്. പിന്നെ അതിൽ വരുന്നത് റൂട്ട് എലമെൻറ്റ്, പിന്നെ അതിൻ്റെ സബ് എലമെൻ്റ് ആയിട്ടുള്ള ഹെഡ് ടാഗ്, പിന്നെ അതുപോലെ ടൈറ്റിനുള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, H1നുള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഈ കാണുന്ന എല്ലാ എലമെൻസിനെയും നമ്മൾ നോഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഈവൺ നമ്മുടെ H1നുള്ളിൽ എഴുതിയിട്ടുള്ള ടെക്സ്റ്റിനെയെല്ലാം നോഡ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷനാണ് ഉണ്ടായിരിക്കുക. സോ അതൊരു സംഭവമാണ് നമ്മൾ ഇവിടെയും കണ്ടത്. സോ H1ൻ്റെ പാരൻറ്റ് നോഡായിരിക്കും ബോഡി, അതുപോലെ അതിൻ്റെ ചൈൽഡ് നോഡായിരിക്കും അതിനുള്ളിൽ എഴുതിയിട്ടുള്ള ഹലോ വേൾഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് വേയിൽ നമ്മുടെ HTMLനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, HTML ഡോമിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗുണമെന്ന് നോക്കാം. സോ ഡോം ഉപയോഗിച്ച് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് HTML എലമെൻസിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഡോം ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് HTML എലമെൻസിനെയും അതിൻ്റെ ആട്രിബ്യൂട്ട്സിനെയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ അത് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് പുതിയ എലമെൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് CSS പ്രോപ്പർട്ടീസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. HTML എലമെൻറ്റിനുള്ളിലുള്ള ഒരു HTML എലമെൻസിൻ്റെ CSS പ്രോപ്പർട്ടീസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ HTML ഇവൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ അതിനനുസരിച്ച് നമുക്ക് റിയാക്ട് ചെയ്യാനും സാധിക്കും. HTML ഇവൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വെബ് പേജിൽ മൗസ് ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കണം, അതുപോലെ ഒരു കീബോർഡിൽ ഒരു കീ പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കണം തുടങ്ങിയ ഇവൻറ്റ്സ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാനും സാധിക്കും. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡോമിൻ്റെ സഹായത്തോടു കൂടി ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഡോം എന്ന് പറയുന്നത്. സോ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ സഹായത്തോടു കൂടി വളരെ ഡൈനാമിക് ആയിട്ടുള്ള വെബ് പേജസ് നമുക്ക് അതുപോലെ വെബ് ആപ്ലിക്കേഷൻസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നെക്സ്റ്റ് നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഡോം നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ HTML എലമെൻറ്റ്സ് എല്ലാം മറ്റും എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് പ്രധാനമായും 5 തരത്തിൽ നമുക്കിതിനെ ആക്സസ് ചെയ്യാം. സോ നമുക്ക് ID നെയിം ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം, അതുപോലെ തന്നെ നെയിം ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം, അതുപോലെ ടാഗ് നെയിം, ക്ലാസ് നെയിം, CSS സെലക്ടേഴ്സ് തുടങ്ങിയ രൂപത്തിലെല്ലാം നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഇവയെല്ലാം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം.